എക്സാം അനാലിസിസ് ആണ്. QA സബ്ജക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് 21. അപ്പോൾ 21 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 53 ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ സ്മോളസ്റ്റ് ഓഫ് ദിസ് നമ്പേഴ്സ്? അപ്പോൾ 21 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 53 ആണ്. അങ്ങനെയാണെങ്കിൽ സ്മോളസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവര് ഈ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് തന്നേക്കുന്നത്. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് സെയിം ഡിഫറൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും. അങ്ങനെയുള്ള കേസിലാവുമ്പോൾ 53 എന്ന് പറയുന്നത് നടുക്ക് വരുന്ന നമ്പറാണ് അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് എത്ര ഉണ്ടാവും? ഇങ്ങോട്ട് 10 നമ്പേഴ്സ് ഉണ്ടാവും, ഇങ്ങോട്ട് 10 നമ്പേഴ്സ്. മൊത്തത്തിൽ എത്ര ഉണ്ട്? 21 നമ്പേഴ്സ് ഉണ്ട്. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 53 കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? 54, 57 കഴിഞ്ഞിട്ട് 55, അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ വരുന്നത്? 52 വരും, ഇവിടെ 51 വരും, അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ 53 10 ഇങ്ങോട്ട് 10 ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ ഇതിന്നൊരു 10 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്മോളസ്റ്റ് നമ്പർ കിട്ടത്തില്ലേ? 43. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ 53 ഉണ്ട്, ഇങ്ങോട്ട് 10 നമ്പർ അല്ലേ? അപ്പൊ ഏതായിരിക്കും? 52, 51, 50, 49, 48, 47, 46, 45, 44, 43. അപ്പോൾ എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കി. 53 തുടങ്ങി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10ാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 43 ആണ്. അതേപോലെ തന്നെ ഇങ്ങോട്ടും 54, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 43 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഷോപ്പ് കീപ്പർ ഉണ്ട്. ഷോപ്പ് കീപ്പർ ബൈ 3 പ്രോഡക്ട്സ് A, B, C ആൻഡ് സെൽ ദം അറ്റ് 20%, 30%, 40% പ്രോഫിറ്റ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഏതൊക്കെ പ്രോഫിറ്റിലാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ സെല്ലിംഗ് ഓഫ് ദിസ് പ്രോഡക്റ്റ് ഇഫ് ദ റേഷ്യോ ഓഫ് ദർ കോസ്റ്റ് പ്രൈസ്? അപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോയും തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 4, 3, 2 ആണ്. കാരണം ആദ്യം കിടക്കുന്ന A, പിന്നെ രണ്ടാമത്തെ B, മൂന്നാമത്തെ C. അങ്ങനെയാണെങ്കിൽ നമ്മളിത് പറഞ്ഞിരിക്കുന്നത് എന്താ? സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാം. CP തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. CP നമുക്ക് വേണമെങ്കിൽ 400, 300, 200 എടുക്കാം. അതെല്ലാം കട്ടായി പോകും. അതിനെക്കാട്ടി നമുക്ക് 4 തന്നെ ഇട്ടിരുന്നാൽ മതി. 4 × 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് കിട്ടാൻ എന്തോ ചെയ്യണം? 120% അല്ലേ കണ്ടുപിടിക്കേണ്ടത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മുടെ SP ഇക്വേഷൻ എന്താണ്? SP എന്ന് പറയുന്നത് CP × പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ 100 + P/100 അല്ലേ? അത് തന്നെയാണ് ഇവിടെ. 20% പ്രോഫിറ്റ് ആണ്, അപ്പോൾ ഇങ്ങനെ വരും. അതേപോലെ ഇനി 3 × എത്ര പെർസെൻറ്റേജ്? 130/100 അല്ലേ? അതേപോലെ തന്നെ ഇനി അടുത്തത് 2 × 140/100. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് റേഷ്യോ ആണ്. അപ്പോൾ ഈ 100ഉം ഈ 100ഉം ഈ 100ഉം എല്ലാം കട്ട് ചെയ്ത് പോകും. ഇവിടുത്തെ ഒരു 0, ഇവിടുത്തെ ഒരു 0, ഇവിടുത്തെ ഒരു 0 കട്ട് ചെയ്ത് പോകും. ബാക്കിയൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 48 കഴിഞ്ഞിട്ട് ഏതാ? 13, 3, 39, പിന്നെ 28. അപ്പൊ റേഷ്യോ എന്താണ്? 48:39:28 ആണ് നമ്മുടെ റേഷ്യോ ആയിട്ട് വരുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് ഇങ്ങനെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ 400 എന്നും 300 എന്നും 200 എന്നും ഇടണമെന്ന് ആവശ്യമില്ല. കാരണം ആ റേഷ്യോ തന്നെ നമുക്കങ്ങ് കട്ടായി പോകും. അപ്പോൾ റേഷ്യോ ആയിട്ട് അതെല്ലാം കട്ടായി പോകും. അപ്പൊ ആൻസർ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിച്ച് പോവാം. കാരണം എല്ലാ ഷിഫ്റ്റിനും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത, വാട്ട് ഈസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹24,000 for 2 years at the rate of 10% per annum if the interest is compounded annually? അപ്പോൾ ഇൻട്രസ്റ്റ് ആനുവലി ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, ആനുവലി ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ 2 വർഷത്തേക്കുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത്? സക്സസീവ് പെർസെൻറ്റേജ് എടുക്കുക. ഇപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ 2 വർഷത്തേക്കുള്ളത് സക്സസീവ് ആയിട്ട് എടുക്കാം. 10 + 10 + 10 × 10/100 എന്ന് ചെയ്യണം. പക്ഷേ ഇപ്പൊ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കൊടുത്തിരുന്നെങ്കിലോ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കൊടുത്തിരുന്നെങ്കിൽ 2 വർഷത്തേക്കുള്ളതെന്ന് പറഞ്ഞാൽ 2 × 10 എന്നങ്ങ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 20%. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ എത്ര ശതമാനം വരും?
21% വരും എന്ന് പറഞ്ഞാൽ 10 + 10 20, പിന്നെ ഈ 0 എല്ലാം കട്ടായി ഇവിടെ ഒരെണ്ണമാണ് ബാക്കി, ഒന്നാണ് ബാക്കി വരുന്നത്. അപ്പോൾ 21%. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 20%. നമ്മളിപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലല്ലോ നോക്കുന്നത്, അപ്പോൾ ഇത് നോക്കേണ്ട കാര്യമില്ല. ഞാനൊന്ന് ബേസിക് ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ 21% ആണല്ലോ. അപ്പോൾ 24,000 ഇൻറ്റു നമ്മുടേത് ഇൻട്രസ്റ്റ് മാത്രമല്ലേ ചോദിച്ചേക്കുന്നത്, ഇൻട്രസ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 24,000 ഇൻറ്റു 20, 21%. അപ്പോൾ ഈ രണ്ട് സീറോയും കട്ട് ചെയ്യും. 240 ഇൻറ്റു 21 ചെയ്യാം എന്ന് പറയുമ്പോൾ 24. സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. എത്ര കിട്ടും? 4. ഇത് വേറെ മെത്തേഡാണ്, അത് ഇനി ലാസ്റ്റ് മിനിറ്റ് അത് പഠിക്കാൻ നിൽക്കണ്ട. സാധാരണ രീതിയിൽ നിങ്ങൾ അവരവരുടെ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. പറയുമ്പോൾ 5040 ഇതാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. മനസ്സിലായി? ഇത്ര രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇക്വേഷൻ ഇട്ട് ചെയ്യുന്ന ഭയങ്കര പാടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പെർസെൻറ്റേജ് മെത്തേഡ് ഫോളോ ചെയ്യാം. പെർസെൻറ്റേജ് ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 1 വർഷത്തേക്ക് തന്നിട്ടുണ്ടെങ്കിൽ 2 വർഷത്തേക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സക്സസീവ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെങ്കിൽ സക്സസീവ് പെർസെൻറ്റേജ്, സിമ്പിൾ ഇൻട്രസ്റ്റിലാണെങ്കിൽ എത്ര വർഷമാണോ അത് ഇൻറ്റു ചെയ്താൽ മതി. ഇപ്പോൾ 10%, 2 വർഷത്തേക്കാണെങ്കിൽ 10 × 2 20%, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, എ ബോട്ട് ട്രാവൽ 16 minutes and 24 minutes to cover, takes 16 minutes and 24 minutes to cover a certain distance downstream and upstream respectively. If the speed of the boat in the still water is 15 km/h, find the speed of the stream. അപ്പോൾ ഒരു ബോട്ട് ഉണ്ട്, ആ ബോട്ട് അപ്സ്ട്രീം പോകുന്ന സമയം തന്നിട്ടുണ്ട്, ഡൗൺ സ്ട്രീം പോകുന്ന സമയം, ഡൗണും അപ്പും തന്നിട്ടുണ്ട്. ടൈമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ 16 മിനിറ്റ് ആണ്, 24 മിനിറ്റ് ആണ്. നിങ്ങൾ വിചാരിക്കും ഇവിടെ km/h തന്നത് കൊണ്ട് മിനിറ്റിന്റെ അവറിലോട്ടാണോ? അത് ചെയ്യേണ്ട. കാരണം നമ്മുടെ ഇവിടെ റേഷ്യോ മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം സെയിം ഡിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം എടുക്കുന്ന ഡിസ്റ്റൻസും ഡൗൺ സ്ട്രീം എടുക്കുന്ന ഡിസ്റ്റൻസും സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യാം. ഇതൊന്നും കട്ട് ചെയ്ത് പോയിട്ട് 8 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 3 വരും. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ മെത്തേഡിൽ ടൈമിന്റെ റെസിപ്രോക്കൽ ആണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3:2 ആണ് സ്പീഡ് എന്ന് വരുന്നത്. അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്ന 3, ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്ന 3, അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്ന 2. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ബോട്ടിന്റെ സ്പീഡ് അല്ലെങ്കിൽ സ്റ്റിൽ വാട്ടറിലുള്ള ബോട്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 15 km/h. സ്റ്റിൽ വാട്ടറിലുള്ളതാണ്, എസ് എന്നിട്ടാലും മതി. അപ്പോൾ സ്റ്റിൽ വാട്ടർ സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? അപ്സ്ട്രീം സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ് ഡിവൈഡ് ബൈ 2 എന്നല്ലേ എന്ന് പറയുന്നത്. ഇവിടുത്തെ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2 പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ് 3 ആണ്. 2 + 3/2 എന്ന് പറയുമ്പോൾ 5/2. ഈ 5/2 അല്ലേ ഈ 15 km/h എന്ന് പറയുന്നത്. അപ്പോൾ 1 കിലോമീറ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ്. ഈ 5/2 ആണ് 15 km/h. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 15 ഡിവൈഡ് ബൈ 5/2 എന്ന് പറയുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ വരുമല്ലോ, ഡിനോമിനേറ്ററിലല്ലേ വന്നേക്കുന്ന, റെസിപ്രോക്കൽ വരും. 15 ഇൻറ്റു 2/5 എന്ന് വരും എന്ന് പറയുന്നത് 6 ആണ്. 6 km/h ആണ് 1 യൂണിറ്റ്. ഇനി നമ്മുടെ ആൻസർ എങ്ങനെ എത്തുന്നത്? നമുക്ക് ഇനി തന്നേക്കുന്ന എന്താ? സ്ട്രീം എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ വാല്യൂ. കറണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്ട്രീമിന്റെ ഫ്ലോയിന്റെ ആ സ്പീഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിന് നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സ്പീഡ് ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡ് ബൈ 2. ഡൗൺ സ്ട്രീം സ്പീഡിന്റെ വാല്യൂ എത്രയാണ്? 3 - 2 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ പകുതി, ഹാഫ് ആണല്ലോ വരുന്നത്. ഹാഫ് യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് 6 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 km/h അല്ലേ? ഇത്രയുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റേഷ്യോ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ടൈമിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും സ്പീഡ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് ബോട്ടിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ വാട്ടറിലുള്ള ബോട്ടിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അങ്ങനെ അതെന്ന് പറഞ്ഞാൽ 15 km/h ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? അപ്സ്ട്രീം
സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ് ഡിവൈഡ് ബൈ 2 ആണെന്ന് പറയുമ്പോൾ നമുക്ക് 5/2 കിട്ടിക്കുക. 5/2 ആണ് 15. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 km/h ആണ്. അപ്പോൾ പകുതി യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? 3 km/h ആണ്. അപ്പോൾ പകുതി യൂണിറ്റ് എങ്ങനെയാണ് കിട്ടിയത്? കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ് സ്ട്രീം സ്പീഡ് ഡിവൈഡ് ബൈ 2. അപ്പോഴാണ് നമുക്ക് ഹാഫ് യൂണിറ്റ് കിട്ടിയത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അരുൺ ബോട്ട് ആൻ ഓൾഡ് കമ്പ്യൂട്ടർ ആൻഡ് സ്പെൻഡ് ₹110 on its repair. He then sold it to Bola at a profit of 20%. Bola sold it to Charan at a loss of 10%. Chandan finally sold it for ₹1,188 at a profit of 10%. How much did Arun buy the computer? എന്ന് പറഞ്ഞാൽ അരുണിന് എത്ര രൂപ കൊടുത്തിട്ടാണ് ആ കമ്പ്യൂട്ടർ വാങ്ങിച്ചതെന്നാണ്. അപ്പം അരുൺ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു, പക്ഷെ 110 രൂപ റിപ്പയറിങ്ങിന് ചിലവാക്കി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ഒക്കെ ചെയ്ത് ഒരുപാട് സമയം എടുക്കും. അതിനെക്കാട്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 20%-നെയൊക്കെ ഫ്രാക്ഷനിലോട്ടാക്കുക. 20% എന്ന് പറയുന്നത് 1/5 അല്ലേ? എന്ന് പറയുന്നത് CP 5 ആണ്, 1 രൂപ പ്രോഫിറ്റ്. അപ്പൊ SP എന്ന് പറയുന്ന 6 അല്ലേ? അല്ലേ? എന്ന് പറഞ്ഞാൽ 20% പ്രോഫിറ്റ് കൊടുത്തെന്നാണ്. എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 1/5 എന്ന് പറയുമ്പോൾ 5 CPയും 1 രൂപ പ്രോഫിറ്റ്. അപ്പൊ SP 6 എന്ന് വരും. അപ്പോൾ ഇവിടെ CP എന്ന് എടുക്കുക, ഇവിടെ SP എന്ന് എടുക്കുക. CP എന്ന് പറയുന്ന 5 ആണ്, SP എന്ന് പറയുന്ന 6. പ്രോഫിറ്റ് ആണല്ലോ, അതുകൊണ്ടാണ്. ഇനി അടുത്ത 10% ലോസ്. 10% ലോസ് എന്ന് പറയുമ്പോൾ 10% എന്ന് പറഞ്ഞാൽ 10/100 എന്ന് പറയുന്നത് 1/10 അല്ലേ? എന്ന് പറഞ്ഞാൽ 10 CP വരുമ്പോൾ ഒരെണ്ണം ലോസ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ SP എന്ന് പറയുന്നത് എത്രയാണ്? 9 അല്ലേ വരുന്നത്? അപ്പോൾ ഇവിടെ 10 വരും, ഇവിടെ 9 വരും. ഇനി നമുക്ക് 10/100 അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? 10% പ്രോഫിറ്റ് ആണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/10 എന്ന് പറഞ്ഞാൽ 10 CPയും വരും, 1 രൂപ പ്രോഫിറ്റ് ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ SP എത്രയാണ്? 11 അല്ലേ വരുന്നേ? അപ്പോൾ ഇവിടെ 10 വരും, ഇവിടെ 11 വരും. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 500. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇതെല്ലാം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എന്ന് പറയുമ്പോൾ 54 × 11. 11 വെച്ച് എളുപ്പത്തിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഈ 5 ഇവിടെ എഴുതുക, ഈ 4 ലാസ്റ്റ് എഴുതുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതുക. അപ്പൊ 594 ആണ്. എന്താന്ന് വെച്ചാൽ ചന്ദൻ 594 യൂണിറ്റിന് വിറ്റു, അരുൺ ആണെങ്കിൽ 500 യൂണിറ്റിന് അത് വാങ്ങി. അപ്പോൾ ഈ 594 എന്ന് പറയുന്നതാണ് എന്ത്? 1188. അപ്പൊ ഇത് ഇങ്ങോട്ട് എഴുതിയാൽ നിങ്ങൾക്ക് കാണത്തില്ലല്ലോ, അപ്പൊ മുകളിലോട്ട് എഴുതാം. അപ്പൊ 1188 ആണ് എന്ത്? 594 എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? ചന്ദൻ സെല്ല് ചെയ്യുന്ന SP ആണ് 1188 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അരുൺ എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്? അരുണിന്റെ CP ആണ് ഈ 500 യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 500 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഈ 594 ഇവിടെ 4 ഉണ്ട്, ഇവിടെ 8 ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 594നെ 1 2 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ 8 വരുന്നുണ്ട്, 18 1 1188 കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ 2 1000 രൂപയാണ് അരുണിന്റെ CP വരുന്നത്. പക്ഷെ ഇതിൽ CP മാത്രമല്ല ഉള്ളത്, CP പ്ലസ് റിപ്പയറിംഗ് കോസ്റ്റും കൂടെ അതിനകത്തുണ്ട്. നമുക്ക് വേണ്ടത് അരുൺ എന്ന് വെച്ചാൽ അരുൺ ആ കമ്പ്യൂട്ടർ വാങ്ങിയത് എത്ര രൂപയ്ക്കാണെന്നാണ് ചോദിക്കുന്നത്. റിപ്പയറിംഗ് കോസ്റ്റ് അപ്പൊ അവിടെ വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1000 നിന്ന് എത്ര കുറയ്ക്കണം? 1000 നിന്ന് 110 നമ്മൾ കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 890 രൂപയാണ് ആൻസർ. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ഷിഫ്റ്റിനും ചോദിക്കുന്നുണ്ട്. ഈ സെയിം മോഡലല്ല പെർസെൻറ്റേജ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നത്. പെർസെൻറ്റേജ് മെത്തേഡിന് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രാക്ഷൻ ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വേറൊരു ഷിഫ്റ്റിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വില്ലേജിന്റെ പോപ്പുലേഷൻ ചിലപ്പോൾ തന്നേക്കും. എന്ന് വെച്ചാൽ 2000 ആയിരുന്നപ്പോൾ 2000-ൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒരു വില്ലേജിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2 lakh ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 2005-ൽ ആ ഒരു വില്ലേജിന്റെ പോപ്പുലേഷൻ എത്ര ആയിരിക്കും എന്നായിരിക്കും ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ തന്നേക്കും. 10% വീതം ഓരോ വർഷവും ഇൻക്രീസ് ചെയ്യും എന്നും തന്നിട്ടുണ്ട്. എല്ലാ വർഷവും 10% വീതം ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2005-ലുള്ള പോപ്പുലേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 10% വീതം ഇല്ലേ? 10 എന്ന് പറഞ്ഞാൽ 1/10 ആണ്. എന്ന് പറഞ്ഞാൽ
ഇനിഷ്യൽ പോപ്പുലേഷൻ 10 ആയിരുന്നു, ഫൈനൽ എത്ര ആയിരിക്കും? 1 കൂടി 11 ആയിരിക്കും. അതുപോലെ ഇത് 2001 പോപ്പുലേഷൻ. ഇനി 2002 2000 നമ്മൾ എടുക്കണ്ട. കാരണം എന്താ, 2000 എന്ന് പറയുന്നത് ആ വർഷത്തിൽ നമ്മൾ കൂടുന്നില്ല, ഒരു വർഷം കഴിയുമ്പോഴല്ലേ 10% കൂടുന്നത്. അതുകൊണ്ട് 2001 തൊട്ട് എടുക്കുക. ഇനി 2002 ഇവിടെ 10, ഇവിടെ 11. ഇനി 2003 ഇവിടെ 10, ഇവിടെ 11. എല്ലാത്തിലും 10% കൂടുകയാണ്. 2004 ഇവിടെ 10, ഇവിടെ 11. ഇനി 2005 എത്രയാണ്? ഇവിടെ 10, ഇവിടെ 11. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതും എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കിട്ടുന്ന ആൻസർ ആണ് 2 ലാക്ക്. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം എത്ര? 1, 2, 3, 4, 5 എന്ന് പറയുമ്പോൾ 1 ലാക്കിന്റെ വാല്യൂ ആണ്, 1 ലാക്ക് യൂണിറ്റിന്റെ വാല്യൂ ആണ്. ഇത് ഞാൻ ഇമാജിനറി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഇട്ടയാണ്, റാൻഡം ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടയാണ്. ഈ ഒരു മോഡൽ ചോദിച്ചിട്ടുണ്ട്, വാല്യൂസ് ഒന്നും ഇതല്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ 1 ലാക്കിന്റെ വാല്യൂ ആണ് 2 ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 1 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? 2 ലാക്ക് ഡിവൈഡ് ബൈ 1 ലാക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും 11 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ആൻസർ ഇവിടെ എഴുതി ഇത് കണ്ടുപിടിക്കുമ്പോൾ ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ പോപ്പുലേഷൻ കിട്ടും. ഇവിടുത്തെ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായല്ലോ? ഈ ഒരു മോഡലൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ഇച്ചിരി ടഫായിട്ടോ തോന്നിയിട്ടുള്ളത്, ആ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ഇക്വേഷൻസിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അത്രയൊക്കെ ഉള്ളൂ. ഇതിനടുത്തത് ഇവിടെ the height and the radius of the base of a cone are both doubled and the volume of the cone becomes dash of its previous. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിക്കേണ്ട വോളിയം ഓഫ് ദ കോൺ ആണ്. വോളിയം ഓഫ് ദ കോണിന്റെ ഇക്വേഷൻ എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുമ്പോൾ, പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. റേഡിയസ് എന്ത് ചെയ്തു? റേഡിയസ് 2r ആയി. ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആവുക. അതേപോലെ ഹൈറ്റ് എന്ത് ചെയ്ത്? 2 ഹൈറ്റ് ആയി. ഇനി റേഡിയസും 2 ടൈംസ് ആയി, ഹൈറ്റും 2 ടൈംസ് ആയി. അപ്പോൾ ഇവരുടെ വോളിയം, പുതിയ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 പൈ 2r ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2h അല്ലേ? അതേപോലെ തന്നെ ഇനി അടുത്ത പ്രീവിയസ് ആയിട്ടുള്ള വോളിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള മാറ്റമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? പുതിയ വോളിയത്തിനെ പഴയ വോളിയം, പ്രീവിയസ് വോളിയവുമായിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അങ്ങനെ 1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് വരും. ഇവിടെ ബ്രാക്കറ്റ് വേണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്താ, ഇത് ഇത്രയും ഈ പാർട്ട് അങ്ങ് കട്ടായി പോകും. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. ഈ 2r സ്ക്വയർ ആണ്. ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 2നും വരും. എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 എന്ന് വരും. 4r സ്ക്വയർ ഇൻറ്റു 2h ഡിവൈഡ് ബൈ r സ്ക്വയർ ഇൻറ്റു h. ഈ എച്ച് ക്യാൻസൽ ആയി പോകും. ഈ ആർ സ്ക്വയറും പോകും. 4 ഇൻറ്റു 2 എത്രയാണ്? 8 ആണ്. അപ്പോൾ 8 ടൈംസ് ആണ് ആവുന്നത്. ചിലപ്പോൾ ഓപ്ഷനിൽ നമുക്ക് ഇങ്ങനെ കൊടുത്തേക്കും, 8 ടൈംസ് 4 ടൈംസ് എന്ന് കൊടുത്തേക്കും. ചിലർ 4 ടൈംസ് കുത്തും, അത് ശ്രദ്ധിക്കണം. അപ്പോൾ 8 ടൈംസ് ആണ് നമ്മുടെ ആൻസർ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ബേസിക് ആയിട്ട് ഇക്വേഷൻസ് എല്ലാം ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതി. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ LCM of 2 consecutive positive integer is twice the larger number and HCF of the 2 numbers is 3. The smaller number is. അപ്പോൾ നമ്മുടെ LCM എന്താ തന്നേക്കുന്നത്? LCM എന്ന് 2 പോസിറ്റീവ് ഇൻറ്റിജറിന്റെ LCM എന്ന് പറഞ്ഞാൽ ട്വൈസ് ദ ലാർജർ നമ്പർ. ലാർജർ നമ്പറും സ്മോളർ നമ്പറും ഉണ്ട്. ലാർജർ നമ്പറിനെ L ആയിട്ടും എടുക്കാം, സ്മോളർ നമ്പറിനെ S ആയിട്ടും എടുക്കാം. അപ്പോൾ ട്വൈസ് ദ ലാർജർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു L എന്നാണ്. ഇനി അടുത്ത HCF എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ സ്മോളർ നമ്പറിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താണ്? HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് ആണല്ലോ. പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ്. അപ്പോൾ HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് ആണ്. ഇവിടെ HCFന്റെ വാല്യൂ എത്രയാണ്? HCFന്റെ വാല്യൂ എന്ന് പറയുന്നത് 2L ആണ്. LCMന്റെ വാല്യൂ 2L ആണ്. HCFന്റെ വാല്യൂ 3 ആണ്. അതെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? L ഇൻറ്റു S എന്ന് വരും. ഇവിടെ ഈ എല്ലാം കട്ട് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ എസിന്റെ വാല്യൂ എന്താണ്? 2 ഇൻറ്റു 3 എന്നല്ലേ വരുന്നത്? എന്ന് പറയുമ്പോൾ 6. സ്മോളർ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോയി. പിന്നെ ബാക്കി ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാം. അപ്പം ഈ ഒരു
ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പഠിച്ചിട്ട് പോവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇച്ചിരി ഒന്ന് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇക്വേഷൻസും എല്ലാം നോക്കിയിട്ട് പോവുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നത് കൊണ്ടായിരിക്കും എല്ലാ ഒരു ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ്.